പട്ടണത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ വടക്കായി ഉളിക്കലിനും മാട്ടറയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പുറവയൽ. 1942 പുറവയൽ പ്രദേശത്ത് കുടിയേറ്റം ആരംഭിച്ചു. കൂടല്ല് എന്ന സ്ഥലത്ത് മുണ്ടക്കയത്തു നിന്നും വന്ന പീഡിയേക്കൽ ജോസഫ്, കിളിയമ്പ്രായി കോര എന്നിവർ കുടുംബസമേതം താമസമാക്കി. മലമ്പനിയെ അതിജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ കുടിയേറ്റ നാടുപേക്ഷിച്ച് അവർ തിരിച്ചുപോയി. 1944 രണ്ടാമത്തെ കുടിയേറ്റം നടക്കുന്നത്. യാതൊരുവിധ യാത്രാ സൗകര്യങ്ങളും അക്കാലത്തുണ്ടായിരുന്നില്ല. ഇരിട്ടിയിൽ നിന്നും വീട്ടു സാധനങ്ങളും കുടുംബാംഗങ്ങളുമൊത്ത് ഒറ്റയടി പാതയിലൂടെ നടന്നാണ് പുറവയലിലെത്തിയത്. ആധ്യാത്മിക ആവശ്യങ്ങൾക്ക് അടുത്തെങ്ങും യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലായിരുന്നു. 1947 കുന്നോത്തുനിന്നും ഫാദർ അൽമിരാന്ത നെയ്ക്കുന്ന് എന്ന സ്ഥലത്ത് ഓലഷെഡ് പണിത് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തുടങ്ങി. 1948-50 കാലഘട്ടങ്ങളിൽ വട്ട്യംതോട്, ചീരങ്കരി, നെയ്ക്കുന്ന്, തുടുപ്പ് എന്നിവിടങ്ങളിൽ പുതിയ കുടിയേറ്റക്കാർ രാമപുരം ഭാഗത്തുനിന്നും വന്നു ചേർന്നു. 1956 ഇപ്പോഴുള്ള പള്ളിയുടെ സ്ഥാനത്ത് ഒരു ഷെഡ് പണിയുകയും മാത്യു കൊട്ടുകാപ്പള്ളിയച്ചൻ അവിടെ ഞായറാഴ്ച വൈകുന്നേരം വിശുദ്ധ കുർബാന അർപ്പിച്ചും പോന്നു. കുട്ടികളുടെ മതബോധനം ആരംഭിച്ചത് ഇക്കാലത്താണ്. 1962 മാർച്ച് മാസത്തിൽ ഇടവകയുടെ പ്രഥമ വികാരിയായി ഫാദർ ജോസഫ് പരിയാരത്ത് നിയമിതനായി. 1964 ഫാദർ അഗസ്റ്റിൻ മണിക്കാട്ടുമറ്റം ഇന്ന് കാണുന്ന വിശുദ്ധ ഗീവർഗീസിന്റെ നാമധേയത്തിലുള്ള ദേവാലയം പണി കഴിപ്പിച്ച് ദൈവത്തിന് സമർപ്പിച്ചു. ഈ ഇടവകയിൽ 459 വീട്ടുകാരുണ്ട്. ആകെ ആളുകൾ 2121. അത് ഈ ജൂലൈ 1 വരെയുള്ള കണക്കാണ്. ഈ ഇടവകയിലെ ആളുകൾ മിക്കവാറും പേര് രാമപുരം ഭാഗത്തു നിന്ന് കുടിയേറി പാർത്തവരാണ്. ഇത് സെൻറ്റ് അഗസ്റ്റിൻസ് പള്ളി ആയിരിക്കേണ്ടതാണ്. അവരിവിടെ അന്ന് പാമ്പും മറ്റുമൊക്കെ ധാരാളം ഉണ്ടായിരുന്നത് കാരണം കുടിയേറിയപ്പോൾ സെൻറ്റ് ജോർജ് വേണോ സെൻറ്റ് അഗസ്റ്റിൻ വേണോ എന്നൊരു തർക്കമുണ്ടായി. ആ തർക്കത്തിൽ സെൻറ്റ് ജോർജ് ജയിച്ചു. അങ്ങനെയാണ് സെൻറ്റ് ജോർജ് എന്ന് പേരിടാനായിട്ട് കാരണം. ഇവിടെ ഒരു കോൺവെൻറ്റ് ഉണ്ട്. കോൺവെൻറ്റിൽ 4 സിസ്റ്റേഴ്സ് ഉണ്ട്. നസ്രത്ത് സഭയിൽപ്പെട്ട കോൺവെൻറ്റാണ് ഇവിടെ ഉള്ളത്. ഈ ഇടവകയിൽ സംഘടനകളും മാതൃവേദി സംഘടനയും യുവജന സംഘടനയും മിഷൻ ലീഗും വിൻസെൻ്റ് പോളും നന്നായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അവരുടെ ഏത് കാര്യത്തിന് വിളിച്ചാലും എപ്പോഴും റെഡിയുള്ള കുറേ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. മാതൃവേദിയൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ട ഗ്രൂപ്പാണ്. അവരുടെ പള്ളിയുടെ ഏത് കാര്യത്തിന് വേണ്ടിയും അവർ ഉണ്ട്. യുവജനങ്ങൾ മിക്കവാറും പേര് പഠിക്കാനും മറ്റുമൊക്കെ പോകുന്നത് കാരണം അവരെ ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടുകയുള്ളൂ. എല്ലായ്പ്പോഴും തുടർച്ചയായിട്ട് കിട്ടുകയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അവർ കാര്യങ്ങൾക്ക് താല്പര്യം കാണിച്ച് വരുന്ന നല്ല കുട്ടികളാണ്. ഇവിടുത്തെ സൺഡേ സ്കൂൾ സാമാന്യം നന്നായിട്ട് പോകുന്നു. സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അഗസ്റ്റിൻ ബെങ്ങക്കുന്നേൽ സാറാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം ഈ രൂപതയിലെ ഏറ്റവും നല്ല മതാധ്യാപകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അദ്ദേഹമാണ് കാര്യങ്ങളെല്ലാം ഓടിച്ചുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് പോകുന്നത് അദ്ദേഹമാണ്. 20 അധ്യാപകർ ഇവിടെയുണ്ട്. അധ്യാപകന്മാരും അധ്യാപികമാരും കൂടി 20 പേരുണ്ട് ഇവിടെ. ഈ ഇടവകയുടെ അതിർത്തിക്കുള്ളിൽ 2 കുരിശുപള്ളികളുണ്ട്. ഒന്ന് വട്ടിയാന്തോടിൽ, അത് മാതാവിൻ്റെ നാമത്തിലാണ്. അവിടെ എല്ലാ മാസത്തിലും അവസാനത്തെ ഞായറാഴ്ച കുർബാന ഉണ്ട്. വട്ടിയാന്തോട് ടൗണിൽ തന്നെയാണ് ഈ പള്ളി ഉള്ളത്. രണ്ടാമത്തേത് കൊരയങ്ങ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന് സെൻറ്റ് ജോസ് നഗർ എന്ന് ഞങ്ങൾ പേര് മാറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ യേശുപിതാവിൻ്റെ നാമത്തിലാണ് ആ കുരിശുപള്ളി. അവിടെ യേശുപിതാവിൻ്റെ തിരുനാൾ വളരെ ആഘോഷപൂർവ്വം 9 ദിവസത്തെ നൊവേന സഹിതം
നടത്തുന്നുണ്ട്. ഇവിടെ ഈ ഇടവകയ്ക്ക് ആകെ 22 വാർഡുകളാണുള്ളത്. ഓരോ വാർഡിൽ നിന്നും 2 പേര് വീതമുള്ള വാർഡ് ലീഡർമാരുടെ പാരിഷ് കൗൺസിൽ ഉണ്ട്. പാരിഷ് കൗൺസിലിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റർ ഉണ്ട്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ജോൺ ചീരമറ്റം എന്ന് പറയുന്ന ആളാണ് കോർഡിനേറ്റർ. ഞാൻ ജോൺ ചീരമറ്റത്തിൽ പുറവയിൽ ഇടവകയുടെ ജാഗ്രതാ സമിതി കൺവീനർ കോർഡിനേറ്ററാണ്. ഇവിടെ ഞങ്ങൾ കുടുംബമായിട്ട് വന്നത് 1951 പേരാമ്പ്ര കൂരാച്ചുണ്ടിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വരുമ്പം കുറഞ്ഞ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അറിയപ്പെടത്തക്ക വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 40 കുടുംബങ്ങളും അവരുടെ മക്കളുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൽ നിന്ന് വികസിക്കുകയും പിന്നെ പുതിയ കുടിയേറ്റം വരികയൊക്കെ ചെയ്തു. സ്കൂള് നമുക്ക് ഇടവകയിൽ സ്കൂളുണ്ടായിരുന്നില്ല. ഉളിക്കല്ലിൽ ഒരു സ്വകാര്യ വ്യക്തി നടത്തിയിരുന്ന സ്കൂള് നെല്ലിക്കാമ്പോയിൽ പള്ളി വാങ്ങിയതിന് ശേഷം അവിടെയാണ് വിദ്യാഭ്യാസങ്ങളൊക്കെ നടത്തത്. എൻ്റെ കുടുംബത്തിൽ 10 അംഗങ്ങളായിരുന്നു. അമ്മയും അപ്പനും മരിച്ചുപോയി. അന്ന് വൈദ്യസഹായങ്ങളുണ്ടായിരുന്നില്ല. ഇരിട്ടിയിലേക്ക് പോയിട്ട് ഇരിട്ടിയിൽ നിന്നാണ് വൈദ്യസഹായങ്ങൾ കിട്ടിയിരുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് LP സ്കൂൾ മാത്രം, അന്ന് ലോവർ എലിമെൻ്ററി സ്കൂൾ എന്നാണ് പറയുക. അപ്പോൾ ഉളിക്കലിനിങ്ങപ്പുറത്തേക്ക് സ്കൂളുകളുമില്ല. മണിക്കടവിൽ പേരിനൊരു പള്ളി ഉണ്ടായിരുന്നു. ഞങ്ങൾ കുർബാനയ്ക്കും ആവശ്യത്തിനും എല്ലാം പോയിരുന്നത് നെല്ലിക്കാമ്പൊയിലാണ്. നെല്ലിക്കാമ്പൊയിൽ അന്ന് പഴയ മുറിഞ്ഞകല്ലേൽ അച്ഛനാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ശേഷം വാളായിലച്ഛൻ വന്നു. അച്ഛൻ വന്ന കാലത്താണ് പുറവയലിൽ കൂടി ഒരു ദേവാലയം വേണമെന്നുള്ള ഒരു ചിന്ത വരികയും അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടുകയും അട്ടറഞ്ഞി മുതൽ കടമനക്കണ്ടി വരെയുള്ള പ്രദേശങ്ങളെ ഒന്നിപ്പിച്ച് ഒരു ദേവാലയം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ആലോചനകൾ വന്നു. എങ്കിലും വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ സ്ഥിരമായിട്ടൊരു ദേവാലയം വന്നത്. നമ്മുടെ എല്ലാവരും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കുഞ്ഞാഗസ്ത്യച്ചൻ്റെ കാലത്താണ് ഈ ദേവാലയം ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കി കുർബാന അർപ്പിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ടായത്. ഉളിക്കലിലെ സ്കൂളിൽ UP സ്കൂളുണ്ടായി. അതിനുശേഷം ഹൈസ്കൂൾ ഉണ്ടാകുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ പുറവയിൽ പ്രദേശങ്ങളും ഈ മണിക്കട പ്രദേശത്തുമുള്ള പഴയ തലമുറയ്ക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം കിട്ടാത്ത, താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളാണ് ഇവിടെ ജീവിച്ചിരുന്നത്. എങ്കിലും കഠിനാധ്വാനികളായിരുന്നതുകൊണ്ട് ഇവിടെ വന്ന വികാരി അച്ഛന്മാരെല്ലാം ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പാടുകളും ദൂരക്കാഴ്ചകളും ഉള്ളവരായിരുന്നതുകൊണ്ട് റോഡ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. കുഞ്ഞാഗസ്ത്യ അച്ഛന് ശേഷം വന്ന കുറച്ച് അച്ഛന്മാർ അതിന് ശേഷം വന്നു. സാധാരണഗതിയിലുള്ള ഇടവക ഭരണം നടത്തി. ഒരു ആനശ്ശേരിയിൽ അച്ഛൻ വരുന്ന കാലത്താണ് ഇവിടെ വളരെ തന്ത്രപരമായ അച്ഛൻ്റെ നീക്കത്തിൻ്റെ പേരിലാണ് ഇവിടെ ഹോസ്പിറ്റലും LP സ്കൂളും ഉണ്ടായത്. വളരെ വർഷങ്ങളോളം അവിടെ ടീച്ചറായിരുന്ന മുളങ്കോത്ര ഏലിയാമ്മ ടീച്ചറും അവരുടെ കെയറോപ്പിൽ വന്നിരുന്ന എല്ലാ അധ്യാപകരും നമ്മുടെ ഇടവകയുമായിട്ട് വളരെ സഹകരിക്കുകയും ആ ടീച്ചർ റിട്ടയർഡ് ആകുന്നത് വരെ ഈ ഒരു പള്ളി സ്കൂൾ എന്നുള്ള നിലയിൽ തന്നെ കൊണ്ടുപോകുന്നതിനുള്ള ഭാഗ്യം ഉണ്ടാകുകയും ചെയ്തു. ആസ്പത്രിയും അതുപോലെ തന്നെ ഉളിക്കലിൽ വേണം മണിക്കടവിൽ വേണമെന്നുള്ള തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കത്തിനിടയിൽ ആനശ്ശേരി അച്ഛൻ തന്ത്രപരമായി ഇടപെട്ടിട്ടാണത് പുറവയിൽ നമ്മുടെ പള്ളൂരത്തിൽ മത്തൻ ചേട്ടനും പേരുക്കുന്നേൽ മത്തായി ചേട്ടനും അതിനുള്ള സ്ഥലം അനുവദിക്കുകയും അത് വേഗതയിലുണ്ടായി. 1983 അത് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗ്രാമീണ ഡിസ്പെൻസറി ആവുകയും ചെയ്തു. പിന്നീട് വന്ന ആനശ്ശേരി അച്ഛൻ്റെ കാലത്താണ് ഈ ദേവാലയം തേച്ച് മിനുക്കി ഇതിനകത്ത് ചിപ്സ് ഇട്ട് പിന്നെ നാടിന് ഒത്തിരി പുരോഗതി ഉണ്ടായി. പിന്നീട് ഇലക്ട്രിസിറ്റി വന്നു. പള്ളിമേട പൊളിച്ചു പണിതു. പിന്നെ അന്ന് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഒരു വരുമാനമെന്ന് പറയുന്നത് കശുവണ്ടിയായിരുന്നു. ഒരു കാലഘട്ടത്തിന് ശേഷം ആ കശുവണ്ടിയുടെ ബലത്തിലാണ് ഒരു പരിധി പറഞ്ഞാൽ ഇവിടെ ഒരു പുരോഗതി ഉണ്ടായത്. ആദ്യകാലത്ത് കപ്പയും ചീനിക്കിഴങ്ങും തൈലപ്പുല്ലുമൊക്കെ കൃഷി ചെയ്തിരുന്നുവെങ്കിലും മനുഷ്യന് ഒരു 10 പൈസ എടുത്തിട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിഞ്ഞത് ഈ കശുവണ്ടിയുടെ കാലത്താണ്. ഇരിട്ടിയിലെ ഏറ്റവും നല്ല കശുവണ്ടി ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഒന്നായിട്ട് ഈ പുറവയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ മാറി. കശുവണ്ടിയുടെ സീസൺ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ റബ്ബർ കൃഷി ഉണ്ടായത്. താരതമ്യേന തെങ്ങും അതുപോലെയുള്ള കൃഷികൾക്കുമൊക്കെ പറ്റാത്ത വിധത്തിലുള്ള അത്ര ഫലപുഷ്ടി ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈ പുറവയിലും പരിസര പ്രദേശങ്ങളുമൊക്കെ. റബ്ബർ കൃഷിയും ഇവിടെ വളരെ വൈകിയാണ് ഉണ്ടായത്. മലബാറിലെ കുടിയേറ്റക്കാരിലെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു IAS സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനുണ്ടായത് ഈ പുറവയിൽ ഇടവകയിലാണ്. ചീരമറ്റത്തിൽ ജോസ് എന്ന് പറയുന്ന ആൾ ഗുജറാത്ത് സർവീസിലായിരുന്നു. 5 വർഷക്കാലം എറണാകുളത്ത് സ്പേസസ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ സണ്ണി ജോസഫ് MLA ആയി. അന്നത്തെ കാലത്ത് മിലിറ്ററിയിൽ ചേർന്നിട്ട് ഒരു സാധാരണക്കാരനായ കൊച്ചുപറമ്പിൽ ജോസഫ് എന്ന് പറയുന്നയാൾ മേജർ റാങ്ക് വരെ എത്തി. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആയുസ് കമ്മിയായിരുന്നത് കൊണ്ട്, ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഡിഫൻസിലൊക്കെ വലിയ പദവികളിലേക്ക് എത്തത്തക്ക വിധത്തിൽ
കയറിപ്പോകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അകാല ചരിമത്തോടുകൂടി. ഇതെല്ലാം ഈ മൂന്നാളുകളും സണ്ണി ജോസഫും ഈ ജോസഫും എല്ലാം വെറും സാധാരണക്കാരായ ആളുകളുടെ കുടുംബങ്ങളിൽ നിന്നുണ്ടായവരാണ്. അങ്ങനെ ഒരു പുരോഗതി പൊതുവിൽ പറഞ്ഞാൽ നമ്മുടെ മലബാറിലെ ഇടവകകളിൽ എവിടെയും തന്നെയില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. ഇവിടെ പല വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ ഒന്നിച്ച് കൂടുകയും പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യും. ഈ ഇടവകയിൽ ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രോഗികളായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ വിഷമം അനുഭവിക്കുന്നവരൊക്കെ ഞങ്ങൾ ആലോചിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് വികാരിയച്ഛനൊക്കെ ഇപ്പോൾ ഒത്തിരി രോഗികളെ സന്ദർശിക്കുകയും അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ തീരെ ഒന്നുമില്ലാത്തവർക്ക് വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തവർക്കൊക്കെ വീടൊക്കെ വെച്ച് സഹായിക്കുകയും ഞങ്ങൾ 4 പേരും ചെയ്യാറുണ്ട്. എല്ലാ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആയിരത്തി 1957 ഈ ഇടവക രൂപീകൃതമായത്. ഇടവകയുടെ സുവർണ ജൂബിലിയൊക്കെ 2007 ഇവിടെ ആഘോഷിച്ചു. ഇപ്പോൾ ഈ ഇടവകയിൽ ഇതുവരെ 15 വികാരിയച്ഛന്മാർ സേവനം ചെയ്തിട്ടുണ്ട്. ഇതിൽ 11 വൈദികരോടൊപ്പം മതാധ്യാപകനായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 8 വൈദികരോടൊപ്പം ഹെഡ് മാസ്റ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഇടവകയുടെ മതബോധന പ്രവർത്തനങ്ങൾക്ക് മേഖലാതലത്തിലുള്ള അവാർഡും രൂപതാതലത്തിലുള്ള സമ്മാനങ്ങളൊക്കെ പലതവണ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് രൂപതയിൽ മതബോധനത്തിന് റാങ്കും മറ്റ് അവാർഡുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. കലാരംഗത്തും ഈ കുട്ടികൾക്ക് നിരവധി സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 18 മതാധ്യാപകർ എന്നോടൊപ്പം ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ പ്രവർത്തിക്കുന്നുണ്ട്. 368 കുട്ടികൾ ഇപ്പോൾ നിലവിലൂടെ പഠിക്കുന്നുണ്ട്. സൺഡേ സ്കൂളിനോടനുബന്ധിച്ച് മിഷൻ ലീഗും വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. പറഞ്ഞല്ലോ, കഴിഞ്ഞ 41 വർഷങ്ങളായി മതാധ്യാപകന രംഗത്ത് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അംഗീകാരം എന്ന നിലയിൽ കഴിഞ്ഞ വർഷം 2011-12 വർഷത്തിലെ അതിരൂപതയിലെ ഏറ്റവും നല്ല മത അധ്യാപകനുള്ള അവാർഡ് അതിരൂപത എനിക്ക് നൽകിയിട്ടുണ്ട്. അത് വളരെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ ഇടവകയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമായിട്ട് ആണ് ഞാനിതിനെ കാണുന്നത്. അതോടൊപ്പം എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകരെയും പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മമ്മുള്ളിക്കുന്നേൽ ജോസഫ് അച്ഛൻ, വികാരിയായിട്ടുള്ള അച്ഛൻ, ലിജോ മറ്റപ്പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ടുള്ള അച്ഛൻ, ഈ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ്, ഇവിടെയുള്ള കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, കോർഡിനേറ്റർ, ഇവരുടെയൊക്കെ പൂർണ്ണമായ സഹകരണവും പ്രോത്സാഹനവും എനിക്കും മതാധ്യാപകർക്കൊക്കെ കാലാകാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പരമാവധി കഴിവിന് അനുസൃതമായി കുട്ടികളെ വിശ്വാസ പരിശീലനം നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ പാഠങ്ങളിലൂടെയും ജീവിത മാതൃകയിലൂടെയും ഒക്കെ തന്നെ അവർക്ക് മാതൃകയായി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൽ വിജയിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആയിരത്തി 1975 സെപ്റ്റംബർ 15 തലശ്ശേരി അതിരൂപതയിൽ സ്ഥാപിതമായ കുന്നത്ത് സാന്തോം എസ്റ്റേറ്റിൽ സന്യാസം സ്ഥാപിച്ചു. 31 ശാഖാഭവനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ സേവനം ചെയ്യുന്നു. അതിൽ ഒരു ശാഖാഭവനമായ പുറവേൽ ഇടവയിൽ 1989 സ്ഥാപിതമായി. നസ്രത്തിൻ്റെ തിരുകുടുംബത്തിലെ ജീവിതശൈലി സ്വന്തമാക്കുക, പങ്കുവയ്ക്കുക എന്നതാണ് നസ്രത്തിൻ്റെ കാര്യസ്ഥം. പ്രകൃതി ചികിത്സ, ആയുർവേദ ചികിത്സ, സ്കൂളുകൾ, ബാലഭവൻ, ഹോമിഷൻ എന്നീ നിലകളിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പുറവേൽ ഇടവകയിൽ ഭവന സന്ദർശനം, ഇടവക പ്രവർത്തനങ്ങൾ, മതബോധനം എന്നീ നിലകളിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അരികിൽ വരേണേ യേശുനാഥ, അഭയം തരണേ നായക. അരികിൽ വരേണേ യേശുനാഥ, അഭയം തരണേ നായക. എൻ മാർഗമേ
എൻ ജീവനേ, എൻ മാർഗമേ, എൻ ജീവനേ, എല്ലാ നാമം പുകഴ്ത്തുന്ന സ്നേഹസാരമേ, ദൈവമേ. അരികിൽ വരേണേ യേശുനാഥ, അഭയം തരണേ നായകാ, എൻ മാർഗമേ, എൻ ജീവനേ, എൻ മാർഗമേ, എൻ ജീവനേ, എല്ലാ നാമം പുകഴ്ത്തുന്ന സ്നേഹസാരമേ, ദൈവമേ. തേടി തേടി വന്നവൻ, കൃപകൾ ചൊരിയുവാൻ ചാരെ നിന്നവൻ, ആകെ മോദമായി തേടി വന്നവൻ, കൃപകൾ ചൊരിയുവാൻ ചാരി നിന്നവൻ, എന്റെ നാഥൻ മനസ്സിൽ നിറയും ദൈവമേ, എന്നെ അറിയും ദൈവമേ, നായകാ നീ വരൂ ഏകിടാം കൂട്ടമായി. അരികിൽ വരേണേ യേശുനാഥ, അഭയം തരണേ നായകാ, എൻ മാർഗമേ, എൻ ജീവനേ, എൻ മാർഗമേ, എൻ ജീവനേ, എല്ലാ നാമം പുകഴ്ത്തുന്ന സ്നേഹസാരമേ, ദൈവമേ. പാടി പാടി വാഴ്ത്തുവാൻ, വരങ്ങൾ നേടുവാൻ തേടി വന്നിവർ സ്നേഹരൂപനെ. പാടി വാഴ്ത്തുവാൻ, വരങ്ങൾ നേടുവാൻ തേടി വന്നിവർ സ്നേഹരൂപൻ. രോഗങ്ങൾ അഖിലവും മാറുവാൻ എന്നിൽ വരണേ കരുണയായി, ദൈവമേ നീ വരൂ ഏകിടാം എന്നെയും. അരികിൽ വരേണേ യേശുനാഥ, അഭയം തരണേ നായകാ, അരികിൽ വരേണേ യേശുനാഥ, അഭയം തരണേ നായകാ എൻ മാർഗമേ, എൻ ജീവനേ, എൻ മാർഗമേ, എൻ ജീവനേ, എല്ലാ നാമം പുകഴ്ത്തുന്ന സ്നേഹസാരമേ, ദൈവമേ. അരികിൽ വരേണേ യേശുനാഥ, അഭയം തരണേ നായകാ, എൻ മാർഗമേ, എൻ ജീവനേ, എൻ മാർഗമേ, എൻ ജീവനേ, എല്ലാ നാമം പുകഴ്ത്തുന്ന സ്നേഹസാരമേ, ദൈവമേ, ദൈവമേ, ദൈവമേ. യോഗ്യതയില്ലേനിക്കേശുവേ, നീയൻ ഭവനത്തിലണയാനാ. സർവേശപാദം നമോ, ജീവേശനാമം നമോ, സ്നേഹേശരൂപം നമോ, ഭുവനൈക സത്യം നമോ. മനസാനന്ദം തൊഴുകൈകളുമായി പരമാനന്ദം തവ കൈകളിലൻ ഹൃദയ വീണതയതൻ കൃപകൾ മീട്ടുകയായി. സർവേശപാദം നമോ.